देखो भैया को देखो माता से घुसाना होगा मनसलाया ये दारू लेके आए आपको पीने के लिए नहीं पीते नहीं पीते वाह वाह क्या ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം പാർവതിക്ക് വയ്യായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പാർവതി ഞങ്ങളുടെ മെയ്ഡാണ്, ഹൗസ് ഹെൽപ്പാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നുള്ളൂ. അപ്പോഴേക്കും ഇവിടെ പാർവതി ഡ്രസ്സൊക്കെ കൊണ്ടുവച്ച് നമ്മൾക്ക് തിരിച്ചു വന്നപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല എന്നോ അതോ ട്രെയിനിൽ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. ആ വീഡിയോ നിങ്ങൾ പാർവതി ഇവിടെ വന്ന വീഡിയോ കണ്ടായിരുന്നു, നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. സോ ഡ്രസ്സൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ന് പ്രിയ പറഞ്ഞു കുറച്ച് ഡ്രസ്സ് വാങ്ങി കൊടുക്കാം എന്നുള്ളത്. അതൊന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോവാണ് പാർവതിക്ക്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു ഡ്രൈവർ പയ്യനുണ്ട്. യങ് ആണ്, ഒരു 23-24 ഇയേഴ്സേ ഉള്ളൂ. പക്ഷെ നന്നായി വീഡിയോ എടുക്കും. അപ്പോൾ അതിനും ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ഇപ്പം പറയാനുള്ളത്, ഡോക്ടറുകൾ പ്രത്യേകം പറഞ്ഞ് ഫിൽറ്റർ വെള്ളമാണെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കുവാന്ന്. അതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു സ്റ്റീമർ ആൻഡ് കെറ്റിലാണ്. ഞാൻ കൂടുതൽ ഇതിൽ മോമോസും അതൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് നമുക്ക് സ്റ്റീം ചെയ്യാം, പക്ഷെ അല്ലാതെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. മുട്ട ബോയിൽ ചെയ്യാം, കേക്ക്സ് ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ ഇത് കെറ്റിലായിട്ട് ഉപയോഗിക്കാം. സോ ഇങ്ങനത്തെ ഇത് അകാരോൻ്റെയാണ്. ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ വാങ്ങി വെച്ചാൽ മൾട്ടിപ്പിൾ യൂസും ആണ്. പെട്ടെന്ന് വെള്ളം ചൂടാവും. ഞാനിപ്പം കുട്ടികൾക്ക് എസ്പെഷ്യലി വെള്ളം തിളപ്പിച്ച് തന്നെ കൊടുക്കും. ഈ മഴക്കാലത്ത് വെളിയിൽ പോയിരിക്കുവാണ്. അമ്മയ്ക്ക് എന്തോ ഇന്ന് മറ്റേ കുടുംബസമേതം അങ്ങനെ എന്തോ ഉണ്ട്. നമ്മുടെ വേദുവിനെ വിളിക്കാൻ വണ്ടി പോയി. ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ പോയാൽ അവിടെ 2 മണി 1:45 എത്തി ക്യൂ കിടക്കണം 2:45 വരെ. എന്നിട്ട് വേദുവിനെ പിക്ക് ചെയ്യണം. ഞങ്ങൾ നേരെ എവിടെയാണ് പോകുന്നത്? പ്രിയ ഏതോ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോത്തീസിലേക്കാണ് വന്നത്. ഭയങ്കര തിരക്ക്. വീക്ക് ഡേ ആയിട്ടും രാവിലെ ആയിട്ടും ഫുള്ള്. പാർക്കിംഗ് വേണ്ടി ഒരു അരമണിക്കൂർ കറങ്ങി പ്രിയ ആ സമയത്ത് പാർവതിയായിട്ട് അകത്ത് കയറിയ. നിങ്ങൾ പോത്തീസിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വൈ പോത്തീസ് സോ പോപ്പുലർ. ഞാൻ അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര സെയിൽ അടക്കം, ഭയങ്കര തിരക്ക്, ഫുൾ സെയിൽ 50%. അതുകൊണ്ട് ഫുട്ബോൾ സെയിലും ആടി സെയിലും പല സെയില്. ഡൈനിങ് യൂണിറ്റ് അവൈലബിൾ. ഞാൻ ഫുട്ബോളിൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹാപ്പി തന്നെ. റൊണാൾഡോൻ്റെ ഫേസ് കട്ടിൽ അകത്ത് കയറി നിന്നാണ്. ഈ പ്രിയനെ കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ട്. അവിടെ നിന്നത് ഭയങ്കര സെലക്ഷൻ ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പാർവതിക്കൊക്കെ ഭയങ്കര സെലക്ഷൻ ഉണ്ട് കേട്ടാ. ഈ കളറും ഈ ഫിറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. അല്ലാതെ നമ്മൾ വെറുതെ ഒരു നൈറ്റ് ഒക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെടില്ല. കുറച്ച് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ള ആളാ. എന്തായി പിടിക്കുന്നില്ല ഒന്നും? വിക്ടോറിയ സീക്രട്സിൽ പോണോ? അതിവിടെ കിട്ടും. അണ്ടർ ഗാർമെന്റ്സ് അല്ലേ? പാറ്റേണിലൊക്കെ ഇങ്ങനെ ഫ്ലാപ്പ് പോലെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വേണ്ട. അതേ പറഞ്ഞ സെലക്റ്റീവാ. അവള് പറയുന്നത് ഇങ്ങനത്തെ പ്ലെയിൻ മതി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താ പ്രശ്നം? ഇതിപ്പോ എടുത്തതാ. ഓക്കെ ഓക്കെ. പക്ഷെ ഇതിവിടെ ഓൾട്ടറേഷൻ ചെയ്യണം. ഓ, അപ്പൊ എപ്പോ കിട്ടും? ഇപ്പൊ തന്നെ തരാം. ഓക്കെ. അതെന്താ അറിയോ, ലെങ്ത് നോക്ക്, എന്നെക്കാളും പൊക്കമുണ്ട്. യു ക്യാൻ വെയർ യുവർ ഹൈറ്റ്. ഇത് പിടിച്ച് ഞാൻ കാണിച്ചു തരാം ഫോണിൽ. देखो भैया को देखो, उतना है साइज उतना है. കറക്റ്റ് യു ക്യാൻ വെയർ. ഒരു ചേഞ്ചിന് ജസ്റ്റ് ട്രൈ നോ. അല്ല, ഒരു ചേഞ്ചിന് നല്ലതല്ലേ അല്ലേ? അത് ഇന്നൊക്കെ इसका कलर निकल जाएगा. കളർ ടെൻഷനാ പാർവതിക്ക് അതൊക്കെ. അതൊന്നും പറ്റില്ലാന്ന്. ആ, പൂവില്ലേ? ഓക്കെ, അറിയാം. നല്ല മെറ്റീരിയൽ ഒക്കെയാ. എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണോ വേണ്ടേ? പ്രിയനെ കാട്ടി നല്ല നൈറ്റിയാണല്ലോ. പ്രിയ ഇടുന്നതിനെക്കാട്ടി നല്ല നൈറ്റിയാണ് ഇപ്പൊ പാർവതി ഇടുന്നത്. ഞാൻ രാത്രി ഇന്ന് പ്രിയ ഇടുന്നത് കാണിച്ചു തരാം കേട്ടാ.
നമുക്ക് അടുത്തവിടെ കൊറിയന്ന് വല്ലതും വാങ്ങിക്കൊണ്ട് വരാം, ചൈനയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം. ശരിയാ, നല്ല നൈറ്റി. എന്നിട്ട് മോഡലാക്കാം പാർവതിനെ. അതെ, നമ്മുടെ അതെ ഡിഫറെന്റ് ആണ്. ഇഷ്ടം, ഭയങ്കര സെലക്ഷൻ കേട്ടാ. കാർഡ് എടുത്തല്ലോ അല്ലേ? ഷോക്ക് അങ്ങറ്റ അവിടെയൊക്കെ റഷാണ്. ഈ ഏരിയയിൽ മാത്രമുള്ള കുറച്ച് റഷ് കുറവ്. എന്താണെന്നറിയില്ല, പോത്തി ഇത്രയും ലൗഡ് ബൈ പീപ്പിൾ ആണ്. എന്തായി, എത്ര എണ്ണം വേണം? 3 എണ്ണം എടുക്കണം. മറ്റേ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പോവല്ലേ, അപ്പൊ കളർ ഏതാ കറക്റ്റ് മാച്ച് എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക. പാർവതിയുടെ സ്കിൻ ടോണിനൊക്കെ മാച്ച് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്, അറിയോ? അറിയില്ല കേട്ടോ അവരെയൊക്കെ. അതാ, ഓരോ സ്കിൻ ടോണിന് ഓരോ കളേഴ്സ് ഒക്കെ ഉണ്ട്, അറിയോ? ഞാനിതിൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനത്തെ ഒരു കട വരെ ഉണ്ട് തായ്ലൻഡില്. വെച്ച് നോക്കി കറക്റ്റ് ആയിട്ട് ഏത് കളേഴ്സ് നമുക്ക് ചേരുന്നൊക്കെ ഉള്ളത്. ഓക്കെ. ഓഹ്, എനിക്ക് പ്രിയനൊക്കെ ഇതിലൊക്കെ ഇട്ട് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല വൈ യു ഡ്രസ് സോ ബാഡ്ലി അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ് ഓൾസോ. അതെ, എന്നിട്ട് പറയും ഞാൻ നന്നായി ഡ്രസ് ചെയ്യുന്നതുകൊണ്ട് അതിന് പ്രിയക്ക് പ്രശ്നമാണ്. ഞാനും എന്നാലും വൃത്തി വേണ്ടേ? വൃത്തി എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്. ഇത് രണ്ടാമത്. ഓക്കെ. ഡ്രസ് കട തുടങ്ങുമ്പോ അങ്ങനെയൊക്കെയാണ്. അവസാനം ആകുമ്പോ ഒന്നും ഇടാൻ തോന്നുന്നു. ഏറ്റവും പഴയത് എന്തെങ്കിലൊക്കെ എടുത്തിട്ട് പോകുന്നത്. പിന്നെ അത് കളർ എന്തായാലും ബൂമാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ, എടുക്ക്, കുഴപ്പമില്ല. അത് നല്ലതാ. ഇനി ഇത് ഓൾട്ടർ എനിക്ക് ഈ ഫാബ്രിക് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഫാബ്രിക് ഒന്നും നോക്കണ്ട, എന്തോന്നാ ഇത്? ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ എന്താ അറിയോ, പറ്റില്ല കണ്ട, ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായ? തലേ കൂടെ ഇടേണ്ടി വരും. അതാണ് ഉദ്ദേശിച്ചത്, മാതാസെ ഗുസാനോ. അതൊന്നും പറ്റില്ല, അപ്പൊ മാറ്റ്. അപ്പൊ ഇത് മൂന്നും ഓൾട്ടർ ചെയ്യും. ഇത് മെഷർമെന്റ് എടുക്കും. ഗാർമെന്റ് സെലക്ട് ചെയ്യണ്ടേ, ഇനി അതിനും കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ പാർവതിക്ക് നാണം വന്നിട്ടുണ്ടല്ലോ, ഓടിക്കളയും. അതവര് നോക്കട്ടെ പോയി. പാർവതിക്ക് ഭയങ്കര നാണം. ഇപ്പൊ അടി കിട്ടും കേട്ടോ പ്രിയക്ക്. പാർവതിക്ക് ഭയങ്കര നാണം. ഇപ്പൊ അടി കിട്ടും കേട്ടോ പ്രിയക്ക്. ഇനി കൊണ്ട് തിരിഞ്ഞില്ല, നോക്കിക്കോ. ഓക്കെ, ഏ പക്കടോ കണ്ട, ചിരി നിർത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രോൾ ചെയ്യും കേട്ടോ പാർവതീനെ, ആര്യനെയും. കേട്ടാ പോത്തീക്ക് ഇവരുടെ ഓൾട്രേഷൻ ആണ്, പക്ഷെ ബുട്ടീക്കിന് പകരം പോത്തീക്ക് നിട്ടിരിക്കുന്നു. നല്ല വെൽ മെയിൻറ്റൈൻഡ്, നല്ല സ്റ്റാഫ്സും. ഞാൻ അടിപൊളിയാണ് കേട്ടോ പോത്തീസ്, വെറുതെ അല്ല. സെലക്ഷൻ ആരും എനിക്ക് അറിയില്ല, പക്ഷെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. കറക്റ്റ് ഫിറ്റ് ഒക്കെ ആയിരിക്കണം കേട്ടാ, അല്ലെങ്കിൽ തിരിച്ചു തരും. എന്നാ ഏലോ താങ്ക് യു. ഇനി ഫുഡ് വാങ്ങണ്ടേ? ഫുഡ് കഴിക്കണ്ടേന്ന്. കൊറേ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. വേദു വരുമല്ലോ, 2 മണിയായി, സമയമുണ്ട്. 3 മണിക്ക് എത്തിയാൽ മതി. കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലേ? എന്തോരം ഇല്ലാത്തൊന്നും ഇല്ലാതൊന്നും. എന്തായാലും ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, സോ അതും ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് ഞാൻ ഷോക്കായിരിക്കാണ്. ഇത് ഫുഡ് കോർട്ടാണ്, ഒരു മോളിന്റെ അകത്തുള്ള ഫുഡ് കോർട്ട് പോലെ. നോക്കാം നല്ല വല്ല സാധനം ഉണ്ടെങ്കിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. എന്താ ഇത് നോക്കിക്ക, നല്ല ഹൈജീനും നല്ല ലവ് കട്ട്ലറ്റ് ഉണ്ട്. ആ ഓ, പക്ഷെ ഫുഡ് എന്താ ഉള്ളത് നോക്കാം. വെജ് ആണെങ്കിൽ നമുക്ക് വേണ്ട. ഈ ഫ്രൈഡ് റൈസ് മീൽസ് കഴിഞ്ഞു പോയി, അപ്പൊ അത്രയും ഡിമാൻഡാ. എന്ത് വേണം? ബിരിയാണി. ഞാൻ ബീഫ് ഫ്രൈയും ചപ്പാത്തിയും പറയാം. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. പോത്തീസ് നമ്മളതൊന്നും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഞാൻ വല്ല വടയും സാമ്പാറൊക്കെ ആയിരിക്കും.
ഓപ്ഷൻസ് ഭയങ്കരമാണ്. ലവ് കട്ട്ലറ്റ്, ഫ്രൈസ്, ഇവിടെ നഗറ്റ്സും കബാബ്സും അങ്ങനത്തെയൊക്കെ. പിന്നെ ഇവിടെ മറ്റേ ഐസ് ടീയും ലൈം ജ്യൂസും അവൽ മിൽക്ക് ഷേക്സ് അങ്ങനത്തെയൊക്കെ. പിന്നെ ഫുൾ പോത്തീസിൻ്റെ ഫുഡ് കോർട്ട്. അവിടെ ബിരിയാണി, നഗറ്റ്സ്, ബർഗേഴ്സ് എല്ലാം ഒരുവിധം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് വരില്ലല്ലോ. നമുക്ക് തിരക്ക് ഫുഡ് കോർട്ടിൽ ഭയങ്കര വെയിറ്റിംഗ്. പക്ഷെ പെട്ടെന്ന് ആവും. പക്ഷെ എന്തൊരു തിരക്ക് ഇത്. അത് പറ, മറ്റേ ഇതാന്ന് പറ, ബ്രാൻഡിയാന്ന് പറ, ദാരു എന്ന് പറ, ദാരു. नहीं पीते पहले बार पी के देखो, काम जल्दी हो जाएगा. ഫുഡിന്റെ കൂടെ കഴിക്കുള്ളൂ. ബേട്ടയ്ക്ക് ഇത് അയച്ചു കൊടുക്കുക. ഫുഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ലൈം ജ്യൂസ് 30 രൂപ. പക്ഷേ ബിരിയാണി, ചിക്കൻ ബിരിയാണിക്ക് 190യും ബീഫ് ബിരിയാണിക്ക് 230. പണ്ടൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നേ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു 10 years ബാക്കൊക്കെ, ഐ തിങ്ക് സോ 10 or 15 years, 10 years ഒക്കെ ബീഫ് ബിരിയാണി ആയിരുന്നു ബഡ്ജറ്റ് ഓപ്ഷൻ, ചിക്കൻ ആയിരുന്നു എക്സ്പെൻസീവ്. ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയി തോന്നുന്നു. ഉണ്ടട്ടെ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതിൽ ബീഫ് നോക്കിക്കോ കേട്ടോ. ബീഫ് ഒരു കറി പോലത്തെ ഒരു ടൈപ്പ് ബീഫാണ്. കുറച്ച് ഫാറ്റ് ഉണ്ട്, പക്ഷേ ഒരുപാട് പീസുണ്ട്. ഇത് എനിക്കൊരു മറ്റേ ഒരു ഹൈ എന്താ മുന്തിരിയാ, മുട്ട ഉണ്ടാ? എനിക്കില്ല കേട്ടാ, ഇല്ല, ഇതിലില്ല. ബീഫാ. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ മുട്ട. ഇതൊരു സാധാരണ ഒരു എന്താ പറയുന്നത്, നോർമൽ കടകളിൽ കറി ഇട്ടുള്ള ബീഫ് പോലെയുണ്ട് ബീഫ് ബിരിയാണി. അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്കൊരു ഐക്കോണിക് ബീഫ് ബിരിയാണി പോലെയല്ല. പക്ഷെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല നാരങ്ങ പിക്കിളും ഉണ്ട്. ഏകദേശം ഒരു ബിരിയാണിക്ക് എത്ര, ഒരു 200-250 വരൂലേ? ഒരു മുട്ട തന്നാ എന്താ പ്രശ്നം? അതെ, സത്യം. അത് ഒരു ചിക്കൻ ബിരിയാണി ഒരു 10 എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു മുട്ടയും കൂടെ വെച്ചു അല്ലേ? ഒരാളെ അപ്പേ കഴിക്കുന്നുണ്ട് കേട്ടാ. എനിക്കൊരു ഭയങ്കര മധുരം കിട്ടുന്നു, ഭയങ്കര മധുരം. ഏത് 2 മുട്ടയാ? അത് അറിയാതെ വന്നായിരിക്കും. അണ്ട है उसमें? അറിയാതെ ഇട്ടതാ അവരപ്പോ. 2 മുട്ട. ഇല്ലേ? ഇല്ല, അതിലും അങ്ങനെ അതിലും ഇല്ല ചിക്കൻ. അതിലും ഇല്ല. പോയി പറ അവരോട് ചിക്കൻ ഇല്ലാന്ന്. ഓ, അത് കൊണ്ടുപോകും. അവർ എക്സ്ട്രാ ചിക്കൻ പീസ് അങ്ങനെ കൊടുത്തു. അതെ, എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എഗ് ബിരിയാണിയാ തന്നെ. അപ്പൊ മുട്ടയും കിട്ടി, 2 മുട്ട. അപ്പൊ മുട്ടയില്ല. ഒരു ചിക്കന്റെ പീസും ഒരു മുട്ടയും കൂടെ കൊടുക്കണം അല്ലേ? 2 ചിക്കനും 1 മുട്ടയും വേണം. അതെ, നേരമായി രണ്ടുപേരും. ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ടാ. കഴിച്ചിട്ടും കഴിയുന്നില്ല. എൻ്റെ റൈസ് കുറച്ച് ബാക്കി വന്നു. പ്രിയ പിന്നെ തീർത്തോളൂ, അങ്ങനത്തെ ഒരു ടെൻഷനില്ല നമുക്ക്. ആറ് തീർത്തു. ചുമ്മാ ഇവിടെ പൈസ പോകും കേട്ടോ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ബിരിയാണി ആയി, ഇനിയിപ്പോ അടുത്ത മാറ്റായി, ഇനിയിപ്പോ ബെഡ്ഷീറ്റ് ആവും, കർട്ടൻ ആവും. അത്ര സമയമില്ലല്ലോ. ഇല്ല, ബാ വേ ഇതിപ്പെത്തും കേട്ടോ. ബാ അങ്ങനെ പോത്തീസി വന്നത് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങി കുറെ പൈസ സ്പെൻഡ് ചെയ്തതേ വരുന്നു എല്ലാരും കൂടെ. ഇതൊക്കെ സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങണം. അതുകൊണ്ട് ഇവിടെ തിരിച്ചെത്തി. പാർവതി ഷോക്കിലാണ്. എൻ്റെ ഇടയ്ക്ക് പറയാ ജാർഖണ്ഡിലുണ്ടോന്ന്. ഓ, വലിയ ഷോ. ജാർഖണ്ഡിൽ ഇത്രയും വലിയ ഷോപ്പ് പിന്നെന്തിനാ ചോദിക്കുന്നത്? മറ്റേ കേരളം വലിയ സംഭവം കാണിക്കണല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷോപ്പ് കുറച്ചെങ്കിലും വലുത് ജാർഖണ്ഡിലുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്തായാലും ജാർഖണ്ഡ് में അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന്. सब लोग उधर से इधर आना है. देखने के लिए. बोलो 2 दिन के लिए आने के लिए, 1 हफ्ते के लिए. ट्रैवल किया यहाँ बहुत पसंद हो जाएगा उन लोगों को.
लेके आओ सब लोगों को। ठीक है, जिस टाइम में बच्चा लोग का छुट्टी हो जाएगा हाँ उस टाइम आकर लेकर आना. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ ഡ്രൈവർ പയ്യനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ അത് വൈകുന്നേരം ആവും, സാധനം എത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ ആള്. ഗൈസ്, അടുത്ത സർപ്രൈസ് ഞാൻ സത്യം പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ DJ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് നാച്ചുറൽ റിയാക്ഷൻ കിട്ടാനായിട്ട്. പക്ഷെ അത് റെക്കോർഡ് രണ്ടാം തവണ പ്രസ് ചെയ്യാൻ മറന്നുപോയി. എന്താ, അപ്പോൾ ഇത് അത്രയും ക്ലിയർ ഫുട്ടേജ് ആയിരിക്കില്ല, CCTV കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതും കൂടെ കാണുക. ആൻഡ് എന്തായാലും ആൾ ഭയങ്കര ഷോക്കായി. എനിക്ക് ക്ലോസപ്പ് എക്സ്പ്രഷൻ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ സംബന്ധിച്ച് നമ്മുടെ ഡ്രൈവർ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു രീതിയിലുള്ള എഡിറ്ററാണ്. ആൻഡ് ഒരു പഴയ ഫോണാണ്, വിളിച്ചാൽ കിട്ടാത്ത ഒരു രീതിയിലുള്ള ഫോണാണ്. സോ പുള്ളിക്കൊരു പുതിയ iPhone ഗിഫ്റ്റ് ചെയ്തായിരുന്നു 17. ആൻഡ് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതെ ഇതാണ്, ഇത് ആക്ച്വലി യൂണിക്കോൺ എന്ന് പറയുന്ന ആപ്പിൾ ഓത്തറൈസ്ഡ് ഡീലറിൻ്റെ ഇതാണ്. സോ ബില്ലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞത്. സോ ഞാൻ അൺബോക്സ് ഒന്നും ചെയ്യുന്നില്ല, പുള്ളി തന്നെ ചെയ്യട്ടെ. നമുക്കിനി സൺഡേ ആയിരിക്കും ഷൂട്ട്. സൺഡേ എന്തായാലും എത്തും പോയിട്ട്. അപ്പോൾ സൺഡേക്ക് മുമ്പ് സൺഡേ ഇത് തരാം. അപ്പോൾ ഷോപ്പിൽ എടുക്കണമെങ്കിൽ ഇത് വെച്ചൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കുലുക്കമില്ലാതെ എടുക്കാറിയാം. അറിയാമല്ലോ ഗിംബൽ ഉപയോഗിക്കാനൊക്കെ. ഫോണിൽ ഗിംബൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഗിംബൽ ഫിറ്റ് ചെയ്തോ? അതിനെക്കാട്ടി എളുപ്പമില്ല. അപ്പോൾ അത് പറയാനായിരുന്നു. ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം. ബേസിക് മോഡ്സൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല വീഡിയോ എടുത്താണ്. അമ്മ പറഞ്ഞ് രാത്രി ചിലപ്പോൾ ആരെയും ഗേൾ ഫ്രണ്ടെ കാണാനായിരിക്കും പോകുന്നതെന്ന് വെച്ചു. ഉറപ്പല്ലേ? അമ്മ പറഞ്ഞ് സൂക്ഷിക്കാൻ. ഞാൻ അതും കൂടെ പറയാനാ വിളിച്ചത്. വാ വാ, വിളിച്ചോ. ഇതിലിരിക്കരുത് രാത്രി മൊത്തം. എന്താണ്? അല്ല, ഇത് വെറും ഡപ്പ, എന്റെ പഴയ ഫോണിന്റെ ഡപ്പയാണ്. വേണ്ടേ? ഇത് കുത്തിയിരിക്കരുത് മൊത്തം. രാത്രി നാളെ സ്കൂളില്ല, പക്ഷെ എല്ലാ ദിവസം രാത്രി കുത്തിയിരിക്കരുത്. അപ്പൊ സാറ്റർഡേ സൺഡേ പോയിട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്ന് നിങ്ങളും ഹാപ്പി ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് വാസ് എ റിയലി ഹാപ്പി വ്ളോഗ്, നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ. സോ ഇനിയും നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.